the blame onto the sister also. അത് സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരോട് ഇരിക്കുകയാണെങ്കിൽ അവരത് കറക്റ്റായിട്ട് ചെയ്യും. പക്ഷെ ഇപ്പം നടക്കുന്ന എന്താണ്, ഇൻഫ്ലുവൻസ്ഡ് സെൻസർ മെമ്പേഴ്സായിട്ട് കയറുന്ന കുറേ ആൾക്കാരുണ്ട്. ദാറ്റ്സ് എ സാഡ് പാർട്ട്. കാരണം ഞാൻ ഈ പാർട്ടിക്കാരൻ ആ പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞ് കയറുന്നവർക്ക് സിനിമയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. അല്ലെങ്കിൽ ദേ ആർ നോട്ട് ദാറ്റ് ഹാർഡ്. സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കാണുന്ന വ്യൂല അല്ല ഒരു രാഷ്ട്രീയക്കാരൻ കാണുന്നത്. ആ ഒരു രീതിയിൽ സംസാരിച്ചു. ഇപ്പം തന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് നടന്നൊരു കാര്യമാണ് വേടൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. വേടനൊരു അതായത് ഇവിടുത്തെ നമ്മുടെ അധികാരം കൈയാളുന്നവരിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വരികൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് ആ അധികാരം ആരാണോ കൈയാളുന്നത് അവരുടെ തന്നെ നേതാക്കന്മാർ വന്നു വളരെ എന്താ വേടൻ്റെ ഭാഷയ്ക്ക് ശുദ്ധിയില്ല എന്ന് പറയുന്ന കാലത്തേക്ക് വന്നു. അപ്പോൾ അത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് രവിസാറിൻ്റെ അഭിപ്രായം? ഇപ്പോൾ വേടൻ ഇഷ്യൂവിൽ പലയിടത്തും കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു BJP-യുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പം അതുകൊണ്ട് ആ രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിൽ നമുക്കതൊക്കെ മാറ്റി വയ്ക്കാം. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഒരു 4 വയസ്സായിട്ടുള്ള കുട്ടിയും 45 വയസ്സായിട്ടുള്ള ആളും വരയ്ക്കും. വേടൻ്റെ മുകളിൽ ക്രൈസാണ്. ദാറ്റ് ഈസ് കല. എന്ത് പറഞ്ഞു, ആരെ പറഞ്ഞു എന്നുള്ളതല്ല. അതിൻ്റെ മുകളിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലങ്ങ് പോയി കഴിഞ്ഞാൽ കല പോയി. അപ്പം ഇന്ന് ഇത്രയും ക്രൗഡിനെ ഈ മനുഷ്യന് പുള്ളി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലീവിൻ അതിനെ കലയായിട്ടങ്ങ് വിട്ടേക്കും. അതിൻ്റെ പേരിൽ പോയി കേസ് കൊടുക്കുന്നത് എൻ്റെ പാർട്ടി അത് എഗ്രി ചെയ്യുന്നില്ല. ഞാൻ പാർട്ടി പ്രസിഡന്റായിട്ട് പ്രസിഡന്റ് പറഞ്ഞോ വി ഡോണ്ട് ഹാവ് ടു ഡു ഓൾ ദിസ് ബിക്കോസ് എന്തോ പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിന് പേരിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നത്. സോ അങ്ങനെ കലയെ കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല. ഞാൻ കലാകാരനാണ്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയും. അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സാറ് അതെ ഒരു കാര്യം പറഞ്ഞതിൻ്റെ ഒരു കലാകാരൻ ഒരു കലയെ സമീപിക്കുന്നത് 3 വിധത്തിലാണ് നമ്മളിവിടെ പ്രയോഗത്തിൽ വരുന്നത്. ഒന്ന്, എനിക്കെന്തെങ്കിലും പറയാനുള്ളത് പറയാൻ ഒരു മീഡിയ തിരഞ്ഞെടുക്കുന്നു. മറ്റൊരു തരത്തിൽ ആലങ്കാരികമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യൻ്റെ മനോഹരമായ ഭ്രാന്തുകളാണ് കലകൾ. ആ സ്വബോധത്തോടുകൂടി ആ കലയെ കൃത്യമായൊരു മീഡിയത്തിൽ, ഇല്ലെങ്കിൽ ആ ഭ്രാന്തിന് കൃത്യമായൊരു മീഡിയത്തിൽ സ്വബോധത്തോടു കൂടി അടുക്കി പറക്കാൻ കഴിയുമ്പോഴാണ് അയാൾ കലാകാരനാവുന്നത്. ഒന്ന്, ആ കലയെ സമീപിക്കുന്നത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയുക. 2, ആ കലയെ തന്നെ സ്വയം നവീകരിക്കാനായിട്ട് ഉപയോഗിക്കുക. മുഴുവനായിട്ട് ആ കലയിൽ തന്നെ വ്യക്തിത്വം കാണാനായിട്ട് ഉപയോഗിക്കുക. 3ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കലയിൽ നിന്ന് എനിക്കെന്ത് കിട്ടും സാമ്പത്തികമായിട്ട്. ഇതെല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷെ കലയിൽ ഈ 3 രീതിയിലുമുണ്ട്. വേടൻ എന്ന് പറയുന്ന കലാകാരൻ അയാളുടെ മനസ്സിൽ അയാൾ ജീവിച്ച അയാളുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ആ മനുഷ്യനെ ആർജിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ചിലപ്പോൾ അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റിയെന്ന് വരില്ല, വാക്കുകളുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം ഒരു മീഡിയത്തിലൂടെ അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്. അതിൽ നിന്ന് മറ്റെന്തെങ്കിലും വേടൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. കൃത്യമായില്ലേ സാറേ? ഇതിനൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. സോ വേടൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് ഹി സ്പോക്ക് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഈസ് പീപ്പിൾ ഗോട്ട് ദാറ്റ് കിക്ക്. ഇതേ സംഭവം തന്നെയാണ് ഞാൻ പഠിച്ചുള്ളത്. വേടൻ കണ്ടതാണ്, അവൻ്റെ ലൈഫാണ് ആ പറയുന്നത്, പാടുന്നത്, അവൻ്റെ വേദനകളാണെന്നുള്ളതെല്ലാം പറഞ്ഞില്ലേ? എഗ്രി. ഇത് തന്നെയാണ് ഒരു കലാകാരൻ. ഞാൻ പട്ടാളത്തിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടാണ് കീർച്ചക്രയിൽ കൂടെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത്. സോ എനിക്കറിയാവുന്ന ഫീൽഡിനെയാണ് ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുന്നത്. അന്നാണ് നിങ്ങളൊരു യഥാർത്ഥ പട്ടാളക്കാരൻ എന്താണ്, ഒരു കോമാളിയല്ല, ഷോർട്ട്സ് കൊണ്ട് പട്ടീനിയും കൊണ്ട് നടക്കാൻ പോകുന്ന ശങ്കരാചാര്യൻ്റെ ക്യാരക്ടേഴ്സിനെ പോലുള്ള ആളുകളല്ല പട്ടാളക്കാരെന്നുള്ളത് കണ്ടത് നിങ്ങൾ കീഴ്ച്ചക്ര. ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. ആ ലൈഫിൽ ഞാൻ പട്ടാളക്കാരനായി പട്ടാളത്തിൽ പോയി ചേർന്നതിന് ശേഷം ഞാൻ അനുഭവിച്ചതും പിന്നെ ഒരു കമാൻഡോ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാശ്മീരും ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള കാശ്മീരും ഇന്നിപ്പം ഇതിനെ ഞാനും എതിർത്തല്ലോ. പേൽഗാമിൻ്റെ ആദ്യത്തെ എതിർത്ത വ്യക്തി ഞാനാണ്. ഫസ്റ്റ് ഡേ മാതൃഭൂമിയിൽ പറഞ്ഞത് ഞാനായിരുന്നു. ഇവിടെ ഇത് വർഗീയത വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മിലിറ്റൻ്റ് അറ്റാക്കായിരുന്നു. അതുകൊണ്ടാണ് ജാതി ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഞാൻ പാർട്ടി ഒന്നുമല്ല, ഒരു ഇൻഡിവിജ്വൽ പട്ടാളക്കാരൻ്റെ മൈൻഡാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഓരോ കലാകാരനും ചെയ്യുന്നത്. എനിക്കറിയാവുന്ന ഫീൽഡ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നാൽ അത് സക്സസ് ആവും.
അതുകൊണ്ടാണ് ആ കിഡ് ചക്ര സക്സസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ കണ്ടിട്ടില്ല അത്. അതാണ് ഇപ്പം ഈ വേടൻ്റെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത്. എന്താണ് അതിനകത്ത് എവിടെയോ ആ ശബ്ദത്തിലൊരു വേദന വരുന്നുണ്ട്. ഓ, ഈ കുട്ടി ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ. അത് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഈ പാർട്ടി പേര് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ ഹീസ് കൺവേയിങ് ദാറ്റ്. അപ്പം അത് ആ ലെവലിൽ ഇങ്ങനെ പോയാൽ മതി. അല്ലെങ്കിൽ ഇപ്പം ഇതിനകത്ത് നിന്ന് എന്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കും. അതിന് വിട്ടുകൊടുക്കാതെ വേർ ഷുഡ് സിങ് ആൻഡ് എൻ്റർടൈൻ ദ പീപ്പിൾ വിത്തൗട്ട് ഹേർട്ടിങ് എനിബഡി. ഞാൻ എൻ്റെ സിനിമയിൽ ഒരിക്കലും ഒരാളെ ഹേർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ പലരും എന്നെ മറ്റേ സംഗി മിങ്കി എന്നൊക്കെ വിളിക്കും. കാരണം ഞാൻ വർഗീയനാണ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് ഞാൻ വർഗീയത കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ഇരുന്ന് പരിശോധിക്കും. എൻ്റെ സിനിമയിൽ മാത്രമാണ് പാകിസ്ഥാനി പട്ടാളക്കാരെ ശവസംസ്കാരം ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അവിടെ കൽമ ചൊല്ലിക്കൊണ്ട് സംസ്കരിക്കുന്ന സിദ്ദിഖിൻ്റെ ക്യാരക്ടറിനെ ഇവിടെ ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? അത് ഈ വർഗീയവാദി കാണിച്ചിട്ടുണ്ട്. അതില്ല, വർഗീയവാദി എന്ന് പറഞ്ഞാൽ സമാനമല്ല. അതെ, ഒരു കാര്യം ചോദിച്ചു. ഇവിടെ ഫ്രണ്ടിൽ ആദ്യം പറഞ്ഞു ആർമിയിലെ റോള്, ആർമിയിലെ നിങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാവരും ഡിഫറെൻ്റ് ആണ്, ഒരു ഇക്വാലിറ്റി ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ മേൽവിലാസം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. അതിൽ കോർട്ട് മാർഷലിൽ കാണുന്നത് ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥര് താഴെയുള്ള ജീവനക്കാരോട് പെരുമാറുന്ന രീതി. എൽദോ എൽദോ എനിക്ക് കാര്യമല്ലേ, ഞാൻ പടം കണ്ടിട്ടുള്ള രാംദാസിന്റെ പടം. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് ബേസിക്കലി ഒരു ഇംഗ്ലീഷ് പടമാണ്. ഓക്കെ, ആ ഇംഗ്ലീഷ് പടത്തിനകത്ത് ഒരു നൈജീരിയൻ ക്യാരക്ടർ പട്ടാളക്കാരനും ഒരു ഇംഗ്ലീഷ് ഓഫീസറും തമ്മിലുള്ള ഡിസ്പാരിറ്റിയാണ് കാണിച്ചത്. അതിനെ ഇവിടെ ഇങ്ങനെ കാണിച്ചത്. സത്യം പറയാൻ പറഞ്ഞു, ഞാൻ 4 വർഷം ഞാൻ പട്ടാളക്കാരനായിട്ട് സർവീസ് ചെയ്തു. ഒരു സിപ്പായിയായി ലാൻസായൊക്കെയായിട്ട് സർവീസ് ചെയ്തു. എൻ്റെ ജാതി ഏത്, എൻ്റെ നിറം ഏത് ഇതൊന്നും ചോദിച്ചിട്ട് ഒരു ഓഫീസറും ഇല്ല. എന്നെ ഈ 4 വർഷത്തിൽ പഠിപ്പിച്ച് വലുതാക്കിയത് ആരാണെന്ന് പറയും. എന്നെ ഇന്ന് നിൽക്കുന്ന ഇതിൽ ഇന്നും നിങ്ങൾക്ക് ടെലിഫോൺ നമ്പർ അടക്കം ഞാൻ തരാം, വിളിച്ച് ചോദിക്കാം. അന്ന് ക്യാപ്റ്റൻ FU അഹമ്മദ്, ഫക്രുദ്ദീൻ അഹമ്മദ് എന്ന് പറയുന്ന ലക്നൗകാരൻ എൻ്റെ ഓഫീസർ, കേണലായിട്ട് റിട്ടയറായി. അപ്പോൾ അവിടെ ഇല്ലാത്ത ഡിസ്പാരിറ്റി ഞാൻ എങ്ങനെ പറയും? ഇത് കാണിക്കുന്നത്, അത് കാണിച്ചത് ഞാൻ തെറ്റായിട്ട് തന്നെ കാണിക്കുന്നു. കാരണം അങ്ങനെ ഒരു ഡിസ്പാരിറ്റി ഒരു പാർട്ടിമെൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെ ഇവിടെ ഒരു സുരേഷ് ഗോപി ഇല്ല ഇരുന്നതിൽ സുരേഷ്, ഈ രണ്ടിൻ്റെയും ക്യാരക്ടർ പട്ടാളത്തിൽ ഇല്ല. വി ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിസ്പാരിറ്റീസ്. ജാതി പറഞ്ഞ ഒന്നും ചെയ്യില്ല. കാരണം സീനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതേ സീന് തന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിലും അത് കട്ട് ചെയ്തല്ലോ, ആ റേപ്പ് സീക്വൻസ് കട്ട് ചെയ്തല്ലോ. അതും ശരിക്കും പറഞ്ഞാൽ അത്രയും വലുതായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ ഓരോ സ്ഥലത്ത് പാർഷ്യാലിറ്റി കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഈ സെൻസർ ബോർഡ് അംഗങ്ങൾ. അപ്പോൾ അത് ആവശ്യമുള്ള ചരിത്രം അത് പറയണത് ആവശ്യമുള്ള സ്ഥലത്ത് അത് വേണ്ടതല്ലേ? അത് സിനിമയിലായാലും ആവശ്യമുള്ള സ്ഥലത്ത് അത് വേണം. പക്ഷെ അവിടെ എന്താണ്, ആര് പറഞ്ഞിട്ടാണ് അത് കട്ട് ചെയ്തതെന്നുള്ള ഇപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡാണ്. ആരെങ്കിലും പറഞ്ഞു? സോ പോസ്റ്റ്മോർട്ടം ഡു ദാറ്റ്. ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരാളും പറഞ്ഞില്ല അത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത്. സോ ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ദാറ്റ്.